ഹലോ എവരിവൺ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കാണിക്കുന്നത് ഞങ്ങളുടെ ഫ്രൈഡേ ഈവനിങ് ഒരു വ്ളോഗായിട്ടാണ് കാണിക്കുന്നത്. ഇത് മദീനത്ത് സൂക്ക് മദീനത്ത് രണ്ടും ഒന്ന് തന്നെയാണ്. ജുമേറ സൈഡാണ്. ബുർജ് അൽ അറബിൻ്റെ വെരി ക്ലോസ് ടു ബുർജ് അൽ അറബാണ് ഈ സ്ഥലം. ഇത് കാണിക്കുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കൾച്ചറും ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സാധനങ്ങളും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിനകത്ത് കയറുമ്പം തന്നെ നമുക്കതിൻ്റെ ഒരു ഫീലിങ്ങും വേറൊരു വൈബാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടെ നേരത്തെയൊക്കെ ഇറങ്ങി ഇവിടെ ഇതിനകത്തൊരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. അതും കൂടെയൊക്കെ ഒന്ന് എടുക്കണമെന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. എന്തായാലും ഈ ഒരു സമയത്ത് ഈ വ്യൂവും നല്ല രസമാണ് കാണാനായിട്ട്. ആ ബോട്ടിങ്ങിൻ്റെ ഞങ്ങൾ പണ്ടൊന്ന് പോയതിൻ്റെ കുറച്ച് സ്നാപ്സ് എൻ്റെ കിടപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഒന്ന് ഇട്ട് തരാമേ. ഇത് കണ്ടോ, ഇവിടുന്ന് നോക്കുമ്പോഴും ബുർജ് അൽ അറബിൻ്റെ ഒരു വ്യൂ കണ്ടോ, അപ്പാര വ്യൂ ആണ്. ഇന്ന് ഫുള്ള് ബ്ലൂ ലൈറ്റും ഒക്കെയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് തന്നെ. അപ്പോഴും നമ്മൾ കാറ് പാർക്ക് ചെയ്തു. കാർ പാർക്കിംഗ് ഏരിയ താഴെയുണ്ട്, ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് വെച്ച് നമ്മളിപ്പോൾ ലിഫ്റ്റ് വഴി മേളിൽ കയറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിനകം കണ്ടോ, ഇങ്ങനത്തെ ഒരു രീതിയാണ് ഇവർ കാണിക്കുന്നത്. തടി കൊണ്ടുള്ള, നമ്മുടെ പഴയ കാലത്ത് നമ്മുടെ വീടുകളൊക്കെ എങ്ങനെയായിരുന്നു, തടി കൊണ്ടുള്ള ഡോറുകളും, അല്ല ഇപ്പോഴും തടി കൊണ്ടുള്ള ഡോറാണ്, എന്നാലും അതിൻ്റെ ഒരു പാറ്റേണൊക്കെ വ്യത്യാസമുണ്ടല്ലോ. പഴയ രീതിയിൽ അങ്ങനെ ഓടാമ്പലും ഒക്കെ ഇട്ടിട്ടുള്ള രസകരമായ ഒരു രീതിയാണ് ഇതിനകം കാണുന്നത്. പിന്നെ ഇതിൻ്റെ സീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനയുടെ പരമ്പാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. തണുപ്പ് കിട്ടാനായിട്ടും പണ്ട് ചൂടിന് ചെറുക്കാൻ അവരതാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പലതരത്തിലെ ഊതുകൾ മേടിക്കേണ്ടവർക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ആർട്ടിൻ്റെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അവിടെ ഇതിനകവും ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിനകത്തോട്ടൊന്നും ഞാൻ കയറുന്നില്ല. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു രീതിയാണ് ഇവിടുത്തെ സീറ്റിങ്സും ഒക്കെ കണ്ടോ, നല്ല രസകരമായിട്ടുണ്ട് അത് കാണാനായിട്ട് തന്നെ. അതൊന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇതിനകം ഒന്ന് കയറി ഒന്ന് കവർ ചെയ്തെന്നേ ഉള്ളൂ. എനിക്ക് ചെറിയ ടീപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, മേളിലോട്ടുള്ള ഒരു സ്റ്റെയറും ഒക്കെ നല്ല രസകരമായിട്ടുണ്ട്. അതിൻ്റെ സീലിംഗൊക്കെ കണ്ടോ, നല്ല രസവും അങ്ങനത്തെ ഒരു ആംബിയൻസും നമുക്ക് നല്ലൊരു നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു മദീനത്ത് സൂക്കിനകത്ത് കയറി കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മുടെ പണ്ട് ഓർക്കുന്നുണ്ടോ, മുളയുടെ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടിവെക്കുന്നത്? ഇത് കണ്ടില്ലേ, നല്ല ഹാൻഡ് മെയ്ഡ് പിന്നെ ഷോളുകളുണ്ട്, കാർപ്പറ്റുകളുണ്ട്, റഗ്സുണ്ട്, എല്ലാമുണ്ട് ഇതിനകത്ത്. ഹാൻഡ് മെയ്ഡാണ്. അത്യാവശ്യം നല്ല വില അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അത് ഞാൻ പറയാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറയുന്ന വിലയ്ക്ക് വേണമെന്നില്ല. നമ്മളൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യമൊക്കെ അവർ നല്ല രീതിയിൽ കുറച്ച് തരും. ഇത് കണ്ടില്ലേ വെച്ചിരിക്കുന്നത്, ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ നെയ്യുന്ന ഈ സാധനങ്ങളാണ്. പനയുടെ ഓലയാന്നേ ഉള്ളൂ, അതും കൊണ്ട് നെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് പഴയ കാലത്തെ നമ്മൾ ചക്കോ അങ്ങനെ എങ്ങാണ്ടല്ലേ അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്, ആ സാധനം. ഇത് കണ്ടില്ലേ, പഴയ നെയ്യുന്ന മെഷീനാണിത്. ഇങ്ങനെയായിരുന്നല്ലോ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടല്ലോ നെയ്ത്, എന്താ പറയുന്നത്, കേരള സാരീസൊക്കെ നമുക്കിങ്ങനെ നെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട്, നോക്കാൻ കാണുന്നുണ്ട്, മേടിക്കാനുണ്ടെന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് വന്ന് നമ്മളെ അതൊന്ന് കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് പുള്ളി പെട്ടെന്നിരുന്ന് ഇപ്പം ചെയ്യുന്നത് കേട്ടോ. എന്തായാലും ആ നല്ല ക്വാളിറ്റിയുള്ള സാധനവും നല്ല ആ ചണം, അതായത് ആ നൂലിന് നല്ല കട്ടിയുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല കളറൊന്നും പോകുന്ന സാധനമൊന്നുമല്ലത്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു ബാഗ് വാങ്ങിച്ചു. ആ തൂങ്ങിക്കിടക്കുന്ന ബാഗ് ഞാൻ വാങ്ങിച്ചു കേട്ടോ. നല്ല സാധനമാണ്, നല്ല കട്ടിയുണ്ട്, നല്ലൊരു വർക്കും എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചു. അവർ പറഞ്ഞ വിലയിൽ നിന്ന് നമ്മൾ കുറച്ച് വാങ്ങിച്ച സംഭവം. പിന്നെ ആ നൂലിൻ്റെ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റുന്നുണ്ട്. നല്ല കട്ടിയാണ് ആ നൂലിന്. അത് നമ്മുടെ നാട്ടിലെ ചാക്കുനൂല് പോണക്കത്തെ എന്തോ ഒരു സംഭവമാണ്. ചാക്കുനൂലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? പണ്ടൊക്കെ ചാക്കുനൂലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ചാക്കുനൂലൊന്നും ഇല്ലല്ലോ. ഇപ്പം പ്ലാസ്റ്റിക്കും കഴിഞ്ഞ് ഇപ്പം മറ്റേ ഡിസ്പോസിബിൾ ബാഗ്സൊക്കെയാണല്ലേ, ഇപ്പം പേപ്പർ ബാഗ്, അങ്ങനെ പലതാണല്ലോ നമ്മളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല സാധനമായിരുന്നു. അത് പുള്ളിയാ ചെയ്യുന്നത് ഞാനൊന്ന് എടുത്തൊന്ന് കാണിച്ചെന്നുള്ളതേ ഉള്ളൂ, എങ്ങനെയാണ് ഇവരുടെ രീതി എന്നുള്ളത്. ഒത്തിരി പേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കുറച്ച് ആൾക്കാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ.
അപ്പോൾ റയാൻ എന്നോട് ചോദിച്ചു, മമ്മി ഇതെന്തുവാ എന്ന് പറഞ്ഞ് ചോദിച്ചതിന് പുള്ളി റയാന് വേണ്ടിയിട്ടും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞിട്ട് പുള്ളി അതിൽ നൂലിങ്ങനെ കയറ്റിയിട്ട് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നൂല് അങ്ങനെ റോളാക്കി എടുത്ത് വെക്കണം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പുള്ളി കാണിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, അപ്പോൾ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അത്യാവശ്യം നല്ല, അവൻ പറഞ്ഞ് നല്ല എനർജി വേണം കേട്ടോ മമ്മി, അല്ലെങ്കിൽ അത് വട്ടം കറങ്ങത്തില്ല, നമ്മൾ പതുക്കെ കറക്കി അത് കറങ്ങൂല്ല എന്ന് അവൻ പറഞ്ഞു. കണ്ടില്ല, അത് തന്നെത്താൻ അത് കണ്ട വട്ടം കറങ്ങി കയറി ആ നൂലിങ്ങനെ വരും. ഇതൊക്കെ പിള്ളേർക്കൊരു രസകരമായ കാര്യമാണ്. ഇവർക്കൊക്കെ ഇത് കിട്ടാനും കാണാനും ഒന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ ഒത്തുവരുന്നതൊക്കെ എല്ലാവരും പിള്ളേർക്ക് ചെയ്തു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. പഴയ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ച്. പുതിയ ലൈഫ് മാത്രം പോരല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതെല്ലാം എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ പഴയ കാലത്തെ വീടുകളൊക്കെ നമുക്ക് ഓർമ്മ വന്നു. ഇത് ഹണിയുടെ ഒരു ഷോപ്പാണ്. പല തരത്തിലെ പല ഫ്ലേവേഴ്സിലുള്ള ഹണികൾ വിൽക്കുന്ന ഷോപ്പ്സ്. ഇത് ജെംസ് സ്റ്റോൺസ് ആണ്. നല്ല പ്രഷ്യസ് ആയിട്ടുള്ള നല്ല ജെംസ് സ്റ്റോൺസ് തന്നെയാണ് അവർ വെച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ സ്റ്റോണിൻ്റെയും ഇങ്ങനത്തെ നാച്ചുറലായിട്ടുള്ള സ്റ്റോൺസൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് കണ്ടില്ല, ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള സ്റ്റോൺസാണ്. ഇതൊക്കെ എനിക്ക് ഇച്ചിരി ക്രേസുള്ള സാധനങ്ങളാണ്. എനിക്കിതിനകത്ത് പല കളക്ഷൻസും ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയൊന്നും മേടിച്ചില്ല. ഞാനൊരു ബാഗിൽ ഈ പ്രാവശ്യത്തെ പർച്ചേസിങ് ഞാനങ്ങ് ഒതുക്കി. പിന്നെ ഇത് പല തരത്തിൽ ഇതാണ്, പെർഫ്യൂംസാണ്. നല്ല പെർഫ്യൂംസുകൾ പല രീതികളിൽ പലത് ആഡ് ചെയ്ത് നമുക്കവർ തരും. നമുക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്ത് അവർ തരും. അതൊരു ഇതാണ്. നമ്മളിപ്പം പെർഫ്യൂംസ് ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച ഒറ്റ ഇതല്ലേ ഇവർ, ഇതല്ലാതെ ഇവർ എക്സ്പേർട്സാണ്. അപ്പോൾ അവരത് മിക്സ് ചെയ്ത് നമുക്ക് തരും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ റൂഫ് കണ്ടില്ലേ, ആ ഒരു ലൈറ്റും കാര്യങ്ങളും. ഇതിൻ്റെ നമ്മുടെ പഴമയെ നമുക്ക് ഓർക്കുന്ന തരത്തിൽ, നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും പഴയ കാലം അതിനെയൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരത് നമുക്ക് തന്നിരിക്കുന്നത്. ഇങ്ങനത്തെ കടകളിൽ നിന്നൊക്കെ നമ്മൾ പെർഫ്യൂംസ് വാങ്ങിച്ചാൽ എന്നാ ഗുണമെന്ന് വെച്ചാൽ അതിന് ഊതായാലും ശരി, പെർഫ്യൂംസ് ആയാലും ശരി, അത് ലാസ്റ്റ് ചെയ്യും. നമ്മൾ രാവിലെ ഒന്ന് ഒറ്റ പഫ് മതി. അത് ആ ദേഹത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നമ്മുടെ ദേഹത്ത് അത് നിൽക്കും. അത് നല്ല മണമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെ കുത്തുന്ന മണമൊന്നുമല്ല, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു മണമായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു പ്രൊഡക്റ്റിനൊക്കെ ആ ഒരു റേഞ്ചിൽ വില വരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഷോളുകളുണ്ട്, നല്ല രസകരമായ ഷോളുകൾ. ഇത് കണ്ടില്ലേ, ഇത് ഹിമാലയം, നമ്മുടെ അവിടുത്തെ ഹിമാലയത്തിൽ നിന്നൊക്കെ വരുന്ന റോക്ക് സോൾട്ടാണ്. ഇതൊക്കെ പലതരത്തിലെ റോക്ക് സോൾട്ടുകൾ, ഈ മലകളിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലെ കല്ലുകളും ഉണ്ട്. അതൊക്കെ കാണിക്കുന്നതൊക്കെ പലതരത്തിലെ കല്ലുകളാണ്. പിന്നെ റോക്ക് സോൾട്ടിൻ്റെ തന്നെ പല ഡിഫറെൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് അവർ കാണിക്കുന്നുണ്ട് അതിനകത്ത്. ഇത് അറിയാമല്ലോ ഏതാണെന്ന്, ചൈനക്കാരുടെ ഒരു സംഭവമില്ല ഇങ്ങനെ വട്ടം കറക്കി വിടുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഈ ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്ന് പറയുന്ന സംഭവമാണ് ഈ കാണുന്നത്. അതും ഒരു തരം നമ്മൾ പറയുന്ന ഇന്ദുപ്പില്ലേ, അതാണ് സാധനം. ഹെൽത്ത് ബെനിഫിറ്റ്സിനും മറ്റുള്ള സോൾട്ട്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ടിന്, കടലിൽ നിന്ന് എടുക്കുന്ന സീ സോൾട്ടിനെ കഴിഞ്ഞും ഒത്തിരി എന്താ പറയുന്നത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളതാണ് പിങ്ക് സോൾട്ട്, ഇന്ദുപ്പിന്. അപ്പോൾ അതിൻ്റെ തന്നെ പലതുണ്ട്. അതിനകത്ത് ഈ ലൈറ്റ് കത്തിച്ച് വെക്കുന്ന രീതിയിലെ സോൾട്ടുകളുണ്ട്. പിന്നെ അത് ഞാൻ കാണിച്ചാൽ ഇത് കണ്ടില്ലേ, റോക്ക് സോൾട്ടിനകത്ത് ലാമ്പ് കത്തിച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇൻഡൈജഷനോ അങ്ങനെ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഹിമാലയൻ സോൾട്ട് നല്ലതാണ് കേട്ടോ. അതിൻ്റെ പൗഡർഡ് ഫോമായിട്ട് മേടിച്ചിട്ട് അത് ഇച്ചിരി ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ നല്ലതാണ്. പിന്നെ ഇത് കാണിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ അറബ് കൾച്ചറിൻ്റെ പണ്ട് കാലത്ത് ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും അവരുടേതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുമാണ്. ഹാൻഡ് മെയ്ഡാണ്, ഹാൻഡ് ക്രാഫ്റ്റാണ് എല്ലാം സാധനങ്ങളും. ഇത് കണ്ടില്ലേ, അവരുടെ വെള്ളമൊക്കെ എടുക്കുന്ന അത്രയും പാത്രങ്ങളും ഒട്ടകങ്ങളും കണ്ടില്ലേ, വലിയ ഈ സൂക്ഷിച്ച് ഈ സാധനങ്ങളൊക്കെ ഒലിവൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന സാധനങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതിനകത്തൊരു നീഡിലുണ്ട്. എനിക്ക് തോന്നുന്നത് അത് സമയം നോക്കുന്നതായിരിക്കാം, അത് കാണാൻ പറ്റുന്നില്ല. അതിങ്ങനെ ഒരു കണ്ടില്ലേ, അത് സമയം നോക്കുന്ന പഴയ തരത്തിലെ വല്ല ക്ലോക്കോ വല്ലതും ആയിരിക്കും. അതിൻ്റെ പുറകിൽ കുറേ വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പഴയ ചെമ്പ് പാത്രങ്ങളെന്നൊക്കെ പറയുന്ന പോലത്തെ പാത്രങ്ങളൊക്കെയാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. നമ്മുടെ നാട്ടിലെ ചക്രമുണ്ട് അവിടെ. പിന്നെ ഇത്രയും വലിയ തടിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഹോസിനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തടിയുടെ ഹോസിനെയൊക്കെ കാണുന്നത്. ആനയും കണ്ടോ, അതുപോലത്തെ തന്നെ വലിയ ആനയൊക്കെ ഉണ്ടാക്കിയത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് കേട്ടോ. ഇതൊക്കെ പിന്നെ വിലയൊന്നും ഞങ്ങൾ ചോദിച്ചുമില്ല, നല്ല വിലയുള്ള സാധനങ്ങളാണ്. പാത്രങ്ങൾ ഖാവ, അതായത് അറബിക് കോഫികളും ടീയൊക്കെ ഇട്ടവർ വെക്കുന്ന പാത്രങ്ങളാണത്.
നമ്മൾ ജഗ് ഉപയോഗിക്കുന്ന പോണക്ക്. ഇത് എല്ലാം ലൈറ്റിൻ്റെ പല പല ഷെയ്ഡ്സ്, നല്ല രസകരമായ ഷെയ്ഡ്സാണ്. എന്ത് രസമാണെന്നറിയാം ഇതൊക്കെ കാണാൻ, ഒരുമിച്ചിരിക്കുന്നത് കാണാൻ തന്നെ രസമുണ്ട്. ഇതിൻ്റെ തന്നെ നല്ല ഷാൻഡലേഴ്സായിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് കാർപ്പറ്റാണ്, ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റാണ്. ഇതിന് 4000 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു ഒരു വില പറഞ്ഞത്. അതിനെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ നമുക്ക് ഇവിടെ 2-3 വേറെ 2 പിക്ചേഴ്സ് ഉണ്ട് വീട്ടിൽ. അത് ഇങ്ങനെ ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാർപ്പറ്റാണ്. അതായത് മാതാവിൻ്റെയും നമ്മുടെ ലാസ്റ്റ് സപ്പറിൻ്റെ പടവും ഒക്കെ ആയിട്ടുള്ളത്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് നല്ല രസമാണ്. അതാ നമുക്ക് എന്താ പറയുക, ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര രസകരമായ ഒരു wall hanging. That's honey with cinnamon. This is no normal. We have this is cinnamon. This is ginger. This Honey with ginger you have? Can I taste that? Yes. Honey with ginger. Ginger honey. This is good for cough cold special. കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞു. Many people like ginger honey. This is like antibiotic. Good. With ginger? I'll give you 200. 200 for what size? What volume? Big one. 1 kilo. No, I don't need 1 kilo. We have 250 grams. half kilo. Because good offer. Trust me. Allah, namako. It is. Trust me. See, madam, see. 100 is too much, yeah. Oh, habibi, ana brother, big brother, wallah. Sister, brother, wallah. അപ്പോഴവിടെ അവർ ബാർഗെയിനൊക്കെ ചെയ്ത് അവർ ഹണി വാങ്ങിക്കട്ടെ. ജിഞ്ചറും ഹണിയും കൂടെ മിക്സ് ആയിട്ടുള്ളത് ഈ സമയത്ത് കഴിക്കാൻ നല്ലതല്ലേ, ത്രോട്ടിനൊക്കെ വല്ല ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വാങ്ങിക്കുകയാണ്. അത് വാങ്ങിച്ചു 1 kg നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഇതൊരു ടർക്കിഷ് സ്വീറ്റാണ് കാണിച്ചത്, പിസ്താഷ്യൂൻ്റേതാണ്. പിന്നെ ഇവിടെ എന്താ പറയുക, ഒത്തിരി തരത്തിലെ ഹണികളും പല ഫ്ലേവറിലെ അവർ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. Which flavor, Ran? This is cedar. Cedar. This is cedar. Cedar. This is very famous cedar. This is like antibiotic. This is called summer season, also summer. Summer. Honey, this is good for cough cold. This is with cinnamon. Cinnamon. Also good. This is with nuts. This gives power. I like this one. This I is like this flower. one. Yes, this one is very nice. Can I taste a bit of this with nuts? No. No. I want to prepare for you fresh. I don't like because you are brother. I told you from. No, I don't want to buy more, yeah. I'll take Yeah, it. but trust me, this one, wallah, supernatural. You don't trust me. Accept it or not. This one, something supernatural. If you trust me, you will be happy. Just What is this? This is also, you know, this one flower. How old is it, for example, this one? Going to be 1 year old. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ ബോട്ടിങ് നടക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. നടുക്ക് വെള്ളം ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിനകത്ത് കൂടെ ബോട്ട് സർവീസ് ഉണ്ട്, നമുക്ക് വേണ്ടിയവർക്ക് അതിനകത്ത് കയറാം. പക്ഷേ അത് കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ രാത്രിയിലും ഉണ്ട്, പക്ഷേ ഇത് നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. വേണ്ടിയവർക്ക് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പകൽ പോകുമ്പോൾ അത് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. നല്ല രസം അത് കാണാൻ. അത് ഫുള്ള് നല്ലൊരു ബോട്ട് യാത്രയാണ് അതിനകത്ത് കൂടെ ഉള്ളത്. ഒത്തിരി ഉണ്ട്, ഞാൻ ഇത്രയേ കാണിക്കുന്നുള്ളൂ. അത്യാവശ്യമുള്ളതെല്ലാം ഒരു ഓവർവ്യൂ ആയിട്ട് ഞാൻ തന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തെ ഡിന്നർ ഞങ്ങൾ കഴിച്ചു. ചാർക്കോൾ ഗ്രിൽ ചിക്കനാണ് ഞങ്ങൾ കഴിച്ചത്. അതിനുള്ള ഹമൂസും ഗാർലിക് സോസും അവർ തന്നിട്ടുണ്ട്. കുബൂസ് തന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് മതി എന്ന് പറഞ്ഞ് ഗ്രിൽഡ് വൺ അതും മേടിച്ചു നമ്മൾ. അതിന് കൂട്ടാനായിട്ടാണ് മിൻറ്റ് ചട്നി അവർ തന്നിരുന്നത്. നല്ല ഫുഡായിരുന്നു, എൻജോയ് ചെയ്തു. ലോലിപ്പോപ്പിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നല്ലൊരു സാലഡ് തന്നിട്ടുണ്ട്, ചാട്ടൊക്കെ ഇട്ടിട്ട്. അത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ടുള്ള ഒരു ഫുഡാണ് അവനെടുത്തിരിക്കുന്നത്. ഒരു ഫലൂഡയൊക്കെ അടിച്ച് നമ്മുടെ ഡിന്നർ നമ്മൾ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.